ഇപ്പോൾ ഒരു കൗൺസിലിംഗ് മേഖലയിലേക്ക് എത്തുമ്പോൾ, അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഡിഫൻസിൽ വരുമ്പോൾ, പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഹിന്ദു രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതൽ അറിയില്ല. ഏത് മാർഗ്ഗം ഉപയോഗിച്ചായിരിക്കും, അല്ലെങ്കിൽ ഏതാണ് അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുക? കാര്യം ഇതൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഒരു ഹിന്ദു ഫിലോസഫി വെച്ചിട്ട് നമ്മൾ കൗൺസിൽ ചെയ്യാന്നുള്ളത്. അപ്പം ആദ്യം ഞാൻ പറയട്ടെ, ഞാൻ ചെയ്ത കോഴ്സസ് 2 കോഴ്സാണ് ചെയ്തത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഹിന്ദുയിസത്തിൻ്റെ ഫ്രെയിം വർക്ക് ഇല്ല ചാപ്ലൻസിയുടെ എന്ന് പറഞ്ഞില്ല. അപ്പം ക്ലിനിക്കൽ പാസ്റ്ററൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സുണ്ട്. അത് ശരിക്കും പാസ്റ്ററൽ സപ്പോർട്ട്, നമ്മുടെ ക്രിസ്ത്യൻ തിയോളജിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു പാസ്റ്ററൽ സപ്പോർട്ട് കോഴ്സാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ ഉപയോഗിച്ചത് നമ്മളുടെ ദർശനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഞാൻ ആ ഫ്രെയിം വർക്ക് ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ ആക്ഷൻ റിഫ്ലക്ഷൻ, നമ്മളൊരാളോട് ചെയ്യുന്നത്, നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ദർശനങ്ങളെ ഇത് വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസസ്. അപ്പം അത് അങ്ങനെ ആ കോഴ്സിൽ കൂടെ എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഹിന്ദു സ്പിരിച്വൽ കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്കിൽ ബേസ് ചെയ്തിട്ട്, കാലിഫോർണിയ ബേസ് ചെയ്തിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് ഇപ്പോൾ വളരെ സീനിയറായിട്ട് IIT ലെവലിൽ പാസ്സായ, അല്ലെങ്കിൽ IIT ലെവൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൻഡ് സീനിയർ ഡോക്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് ചേർന്നുണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് US. അപ്പോൾ അവർ ഒരു കോഴ്സ് HSCI എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൗൺസിലിംഗ്, ഹിന്ദു സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും ചെയ്തു. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടെ ഒരു ചേർത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് മെറ്റീരിയൽ ഉണ്ടാക്കി. കാര്യം അപ്പം നമ്മുടെ ഭഗവത്ഗീത പോലത്തെ നമുക്ക് ഉള്ളൊരു അടിസ്ഥാനമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ തന്നെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരിക്കലും ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കോട്ട് ചെയ്യാറില്ല, ആവശ്യമില്ലാതെ ഞാൻ കോട്ട് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ പറയുന്ന അഡ്വൈസസ് അതിൻ്റെ ബേസിസിലാണ്. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആരെങ്കിലും ചെയ്യേണ്ടി വന്നോ? അതായത് ഞാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏപ്രിൽ മുതൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാർച്ചിൽ എൻറോൾ ചെയ്തു. ഐ എം ഓൾറെഡി ഇൻ ദ പ്രോസസ്. അപ്പം ഞാനിപ്പോൾ തന്നെ കേസസ് ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വെൽഫെയർ ബോർഡിൽ വയ്ക്കുന്നുണ്ട്. അപ്പം ഈ ഭാരതീയ ഹിന്ദു ആ ഒരു കൾച്ചർ, അത് വെച്ചിട്ട് അവിടെ അവരെങ്ങനെയാണ് നമ്മളെ പരിഗണിക്കുന്നത്? ആദ്യമേ ഞാൻ പറയട്ടെ, നമ്മുടെ സ്പിരിച്വൽ ദർശനങ്ങൾ ഏറ്റവും യൂസ്ഫുള്ളാണ് ഒരു ഇൻ്റർനാഷണൽ ഫ്രെയിം വർക്കിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ. കാര്യം നമ്മുടെ ദർശനങ്ങൾ ഒരു ഏത്തിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ സ്പിരിച്വൽ വാല്യൂസ് മാറുന്നില്ലല്ലോ. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ അല്ലേ? അപ്പം ഒരു ക്രിസ്ത്യൻ ആണെങ്കിലും ഒരു മുസ്ലിം ആണെങ്കിലും ഏത്തിസ്റ്റ് ആണെങ്കിലും പോലും നമുക്ക് നമ്മുടെ ദർശനങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുമായിട്ട് സംവദിക്കാം. അത് കാരണം ഹിന്ദുയിസം ഈസ് എ വെരി ബ്രോഡ് പ്ലാറ്റ്ഫോം ടു ഡിസ്കസ് ഈ ടോപ്പിക്സൊക്കെ. അപ്പം അത് കാരണം എനിക്കിതുവരെ അങ്ങനെ ഒരു ഹെസിറ്റേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. അത് മറ്റുള്ളവരും അത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൽ ഏറ്റവും ഒരു സന്തോഷവും അഭിമാനവും. കാര്യം ഒരു സങ്കുചിതമായിട്ടുള്ളൊരു മനസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ടല്ലല്ലോ നമ്മളുടെ റെസ്പോൺസസ്. ബിക്കോസ് നമുക്ക് ചർവാകനുണ്ട് അല്ലേ, മാത്രമല്ല ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ലല്ലോ. ദ്വൈതവും അദ്വൈതവും എന്താണെങ്കിലും ഇതൊന്നും അല്ലെങ്കിലും നമുക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ദർശനങ്ങളാണ് ഒരു ഇൻ്റർനാഷണൽ ഫ്രെയിം വർക്കിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിപ്പോൾ ഞാൻ പ്രാവർത്തികമായിട്ട് ഞാനത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരം, കൾച്ചർ, ഹിന്ദുയിസം, ഇതിനെയൊക്കെ ഓസ്ട്രേലിയയിൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിനൊരു സ്വീകാര്യത എങ്ങനെയുണ്ട്? വളരെ നല്ല സ്വീകാര്യതയാണ്. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇപ്പം ഹിന്ദു എന്ന് മാത്രമല്ല, ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു റെസ്പെക്റ്റ് നമുക്ക് ഡിഫറെൻ്റ് ആണ്. അത് എനിക്ക് കേൾക്കുന്ന പല വ്യൂവേഴ്സും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് ഇത് വളരെ സത്യസന്ധമായി ജോലി നോക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ നാട്ടുകാർ. അതിൽ ഹിന്ദുസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. വളരെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന, സമൂഹത്തിന് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അൺകണ്ടീഷണലായിട്ട് സേവ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ. അത് നമ്മൾ വളർന്നു വരുന്ന ആ ദർശനങ്ങളുടെ ഭാഗമായിട്ട് എന്താ പറയുക, അൺകണ്ടീഷണൽ സർവീസ് നമുക്ക് ഭാഗമാണല്ലോ. അപ്പം അത് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ആവട്ടെ, അവിടുത്തെ മിനിസ്റ്റേഴ്സ് ആവട്ടെ, പലരും നമ്മളുടെ സാംസ്കാരിക പ്രഭാഷണങ്ങളിൽ വന്ന് സംസാരിക്കുമ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും അവർ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ദാറ്റ് വി ആർ എന്താ പറയുക, നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിന് വളരെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പൗരന്മാരാണ് വസുദൈവ കുടുംബം. അത് സത്യമാണ്.